2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റുകൾ വാഗ്ദാനം ചെയ്തെന്ന 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ്, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, വി.ടി. സതീശൻ എന്നിവർ രാത്രി വീട്ടിലെത്തിയാണ് ചർച്ച നടത്തിയത്. 10 മണിക്ക് തുടങ്ങിയ ചർച്ച 2 മണി വരെ നീണ്ടു. ആദ്യം 3 സീറ്റും പിന്നീട് 5 സീറ്റും അവർ ഓഫർ ചെയ്തുവെന്ന് സാബു പറഞ്ഞു. അന്ന് ഒന്ന് തലയാട്ടിയിരുന്നുവെങ്കിൽ മന്ത്രിയോ എം.എൽ.എയോ ആകാമായിരുന്നു. LDFിൻ്റെ എല്ലാ നേതാക്കളും, അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയും തന്നെ സമീപിച്ചിട്ടുണ്ട്. CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി, നിലവിലെ വ്യവസായ മന്ത്രി പി. രാജീവ് എന്നിവർ 5 തവണയാണ് രാത്രി വീട്ടിലെത്തി ചർച്ച നടത്തിയത്. കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്ന് അവർ പറയട്ടെ, അങ്ങനെയെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് സാബു കൂട്ടിച്ചേർത്തു. ഇവരെല്ലാം രാത്രി എത്തി എൻ്റെ ചെക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നവരാണ്. പണ്ട് രാജ്യസഭാ സീറ്റ് വരെ പലരും ഓഫർ ചെയ്തിരുന്നു. BJPയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും MP സ്ഥാനം ഓഫർ ചെയ്തിരുന്നു. പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയല്ല ഞാൻ നിലനിൽക്കുന്നത്. MLA, മന്ത്രി, MP എന്നീ പദവികളിലെത്തണമെങ്കിൽ പണ്ടേ ഈ നാടിനെയും നിങ്ങളെയും വഞ്ചിച്ച് ആകാമായിരുന്നുവെന്ന് സാബു വ്യക്തമാക്കി. ഒരു BJPക്കാരൻ വന്ന് ഒരു സീറ്റ് പറഞ്ഞാൽ അതുകൊണ്ട് ചാടുന്നവനല്ല ഞാൻ. എറണാകുളത്ത് ഞാൻ BJP സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ കാണാനിടയായി. എന്നെ സംഖ്യയാക്കണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു ഈ വാർത്ത. ജനങ്ങൾക്ക് എന്നെ അറിയാം. കഴിഞ്ഞ 12 വർഷമായി ജനങ്ങൾക്കൊപ്പം ഞാനുണ്ട്. ഞാൻ വഞ്ചിക്കില്ലെന്ന് അവർക്കറിയാമെന്ന് സാബു പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കിഴക്കമ്പലത്ത് നടന്ന 2020 പാർട്ടിയുടെ മഹാസംഗമത്തിലാണ് സാബു എം ജേക്കബ് ഇടതു വലതു മുന്നണികൾക്കെതിരെയും BJPക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വെല്ലുവിളിയുമായി 2020 പാർട്ടി പ്രസിഡന്റും കിറ്റെക്സ് MDയുമായ സാബു എം ജേക്കബ് തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചക്കകം ജയിലിലാക്കുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. അതിന് ഉതകുന്ന ആറ്റം ബോംബ് തൻ്റെ കയ്യിലുണ്ടെന്നും സാബു ജേക്കബ് മുന്നറിയിപ്പ് നൽകി. സ്വപ്ന സുരേഷിൻ്റെ കയ്യിലുള്ള ബോംബല്ല സാബുവിൻ്റേത്, ഇത് ആറ്റം ബോംബാണ്, സാബു എം ജേക്കബ് പറഞ്ഞു. കിഴക്കമ്പലത്ത് നടന്ന 2020 മഹാസംഗമത്തിലായിരുന്നു കിറ്റെക്സ് MDയുടെ പ്രതികരണം. 2020യുടെ പരിപാടി തടസ്സപ്പെടുത്താൻ MLAയും കൂട്ടരും ഇന്റർനെറ്റ് കട്ട് ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസ് സ്റ്റേഷനിലാണ്. PV ശ്രീനിജൻ MLA ദ്രോഹം ചെയ്യുന്നതും മൂലമാണിതെന്നും സാബു ജേക്കബ് ആരോപിച്ചു. അധികാരമോ പദവികളോ ആഗ്രഹിച്ചിട്ടില്ലെന്നും തനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം വന്നിട്ടുണ്ടെന്നും സാബു ജേക്കബ് പറഞ്ഞു. മാധ്യമങ്ങൾ ഇതിനു മുൻപ് തന്നെ CPM ആക്കി, കഴിഞ്ഞ ദിവസം സംഖ്യയാക്കി, നാളെ കൊങ്ങിയാക്കും. BJPക്കാരൻ വന്ന് പറഞ്ഞാൽ സീറ്റിനു വേണ്ടി ചാടുന്നവനല്ല ഞാൻ. K. സുരേന്ദ്രനെ ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല, നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു. എറണാകുളത്ത് NDA സ്ഥാനാർത്ഥിയായി സാബു ജേക്കബ് മത്സരിക്കുമെന്ന പ്രചാരണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളിനെയും എറണാകുളത്ത് അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയെയും 2020 സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മുഖ്യമന്ത്രി വിദേശത്ത് മയോ ക്ലിനിക്കിൽ ചികിത്സയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ നായയെപ്പോലെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി കണ്ടില്ലെന്നു നടിച്ചെന്നും സാബു ആരോപിച്ചു. 2020 സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ കൊച്ചി നഗരത്തെ മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ വൻ നഗരങ്ങളോട് കിടപിടിക്കുന്ന മെട്രോ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു.